അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് എത്ര വലിയ സമരങ്ങൾ ഉണ്ടായാലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും കേരയിൽ നടപ്പിലാക്കുമെന്നാണ്. കേരയിൽ വരും കേട്ടോ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമാണ്, രണ്ടായിട്ടും പറയാം. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നു. കേരയിൽ പദ്ധതി റദ്ദാക്കി. അതുമാത്രമല്ല, പലയിടത്ത് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ, വീടിന്റെ അടുക്കളയിലും ബാത്റൂമിലും അടക്കം സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതെറുകാൻ അതിന്റെ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അഴിമതിക്ക് വലിയ സാധ്യതയുള്ള ഒരു പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരയിൽ കടന്നു പോകുന്ന ജില്ലകളിൽ എമ്പാടും വലിയ സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പലയിടത്തും കോൺഗ്രസ് സമരം നടത്തി. പലയിടത്തും ഈ സമരം അക്രമാസക്തമായി. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ ലാത്തിച്ചാർജുകൾ അരങ്ങേറി. വലിയ സമരമായിരുന്നു കേരളത്തിലെമ്പാടും കൊടുമ്പിരി കൊണ്ടത്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്നത് കേരളം കണ്ടതാണ്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് കേരളം കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു ജനകീയ സമരത്തെ അതിക്രൂരമായി വേട്ടയാടിയ ഇടതുപക്ഷ സർക്കാരിന്റെ നെറികെട്ട നീക്കം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കേരയിൽ പദ്ധതി ആകെ ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ കൂടി പിൻവലിച്ചാൽ ഈ സർക്കാരിന് ലഭിക്കാവുന്ന കയ്യടി ഏറെയാണ്. അതിനുകൂടി ഈ സർക്കാർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു വാർത്താ സമ്മേളനം കേരളം വലിയ ആവേശത്തോടു കൂടി കണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, കേരളത്തിൽ വലിയ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെമ്പാടും വലിയ സമരം നടന്ന ഒരു സംഭവം ഉണ്ടായത് കേരളത്തിൽ കേരളത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കേരയിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്, എത്ര വലിയ സമരങ്ങൾ ഉണ്ടായാലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും കേരയിൽ നടപ്പിലാക്കുമെന്നാണ്. കേരയിൽ വരും കേട്ടോ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമാണ്, രണ്ടായിട്ടും പറയാം. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നു. കേരയിൽ പദ്ധതി റദ്ദാക്കി. അതുമാത്രമല്ല, പലയിടത്ത് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ, വീടിന്റെ അടുക്കളയിലും ബാത്റൂമിലും അടക്കം സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതെറുകാൻ അതിന്റെ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇതിന്റെ സമരരംഗത്ത് തുടക്കം മുതൽ കേരളത്തെ വിഭജിച്ചുകൊണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിപ്പില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത വലിയ തുക വരുന്ന അഴിമതിക്ക് വലിയ സാധ്യതയുള്ള ഒരു പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരയിൽ കടന്നു പോകുന്ന ജില്ലകളിൽ എമ്പാടും വലിയ സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പലയിടത്തും കോൺഗ്രസ് സമരം നടത്തി. പലയിടത്തും ഈ സമരം അക്രമാസക്തമായി. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ ലാത്തിച്ചാർജുകൾ അരങ്ങേറി. വലിയ സമരമായിരുന്നു കേരളത്തിലെമ്പാടും കൊടുമ്പിരി കൊണ്ടത്. എറണാകുളത്ത് സമരത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ ജയിച്ചോ ഇപ്പോൾ നിയമസഭയിൽ MLA ആണ്. അത്തരം ആളുകൾ MLA ഇരിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഈ സർക്കാർ കൂടി ശ്രമിച്ചാൽ ഇരകളുടെ മുഖത്തടിക്കുന്നത് തുല്യമായിരുന്നു. എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ ആവശ്യം പരിഗണിച്ച് മഞ്ഞക്കുറ്റി പറിച്ചെറിയാനും ഈ പദ്ധതി റദ്ദാക്കാനും ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരും കോൺഗ്രസും തീരുമാനമെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഇടതുപക്ഷത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന, വൻകിട മുതലാളിമാർക്ക് താരാട്ട് പാടാൻ ഉതകുന്ന പദ്ധതിയായിരുന്ന കേരയിൽ പദ്ധതി റദ്ദാക്കിയതിലൂടെ ആദ്യം തന്നെ ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആദ്യ ഗോള് വിജയകരമായി പോസ്റ്റിലടിച്ചു കഴിഞ്ഞില്ലേ? തീർച്ചയായും പുതിയൊരു സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാകാറുണ്ട്. ഈ സർക്കാർ അങ്ങനെയാണ്. കാര്യം നമുക്ക് ഒരുപാട് പരിമിതികൾ ഈ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ പുതിയ സർക്കാരിനുണ്ട്. മറ്റൊന്നുമല്ല, ഖജനാവ് കാലിയാണ്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനവും കയ്യടി നേടുന്നത് തന്നെയാണ്. ആദ്യം, അല്ലെങ്കിൽ അന്ന് ആശാവർക്കർമാർ സമരം ചെയ്ത് സമരമുഖത്ത് ചെന്ന് വി ഡി സതീശൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളെ പരിഗണിക്കുമെന്ന് പറഞ്ഞ അതേ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യം പരിഗണിച്ചത് ആശാവർക്കർമാരാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും സർക്കാർ മികച്ച മുന്നേറ്റം തന്നെയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ചേട്ടൻ പറഞ്ഞതുപോലെ കേരയിൽ വരും കേട്ടോ എന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആദ്യം മുതലേ കേരയിൽ എന്ന പദ്ധതി എതിർക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമുള്ള ഒരു പദ്ധതിയായി കേരയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല.
കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ പോലും തകർക്കുന്ന, കേരളത്തിന്റെ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതിയെ പോലും തകർത്തുകൊണ്ടായിരിക്കും. കേരളയിൽ വന്നാൽ കേരളത്തിന് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുക എന്ന തിരിച്ചറിവ് ഈ പറയുന്ന ഇടത് സർക്കാരിനും ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ലാഭം മാത്രം നോക്കുകയാണ് അന്നത്തെ സർക്കാർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ കേരളയിൽ വരില്ല എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പല സ്ഥലത്തും കുറ്റി, ചേട്ടൻ പറഞ്ഞതുപോലെ വീട്ടിന് അടുക്കളയിൽ ഉൾപ്പെടെ കുറ്റിയടിച്ചൊരു സംഭവം, മഞ്ഞ കുറ്റിയടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം സാധാരണക്കാരായ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയവും മുന്നണിയും ഒക്കെ മാറ്റി നിർത്തിയാൽ സാധാരണക്കാരായ ജനങ്ങൾ പോലും പ്രതിഷേധവുമായി കേരളയിൽ വേണ്ട, കേരളത്തിന് ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയാണ് എന്ന് സാധാരണക്കാർ പോലും പറയുകയും എന്നിട്ട് അതൊന്നും അംഗീകരിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞില്ല. അവസാന നിമിഷം പോലും ഈ സർക്കാർ പടിയിറങ്ങുന്നതിന് തൊട്ട് മുൻപ് പോലും ഈ സർക്കാർ പറഞ്ഞത് കേരളയിൽ വരും കേട്ടോ എന്നാണ്. അത്രയും ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ അധികാരത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും കേരളത്തിൽ കൊണ്ടുവരുമെന്ന ഒരുതരം വാശിയായിരുന്നു, ഒരുതരം പിടിവാശിയായിരുന്നു ആ സർക്കാരിനുള്ളതെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് കേരളയിൽ വരില്ല കേട്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യമില്ല, കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയും പ്രകൃതിയും സാധാരണക്കാരുടെ ജീവിതത്തെയും ഒരിക്കലും ഗുണകരമാകാത്ത ഒരു പദ്ധതി തന്നെയാണ് കേരള, അതുകൊണ്ട് കേരളയിൽ വേണ്ട എന്നൊരു കാര്യം പറയുന്നു. പക്ഷെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണ് എങ്കിൽ കേരളയിൽ വേണ്ട എന്ന് വെക്കുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്ട്രോങ് ആയ ഒരു നിലപാട് ഈ സർക്കാർ എടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. മറുവശത്തൊരു ചോദ്യമുണ്ട്, ഈ സർക്കാർ ഈ വിഷയം അത്രയും ആധികാരികമായി പഠിച്ചിട്ടാണോ ഇത്തരമൊരു നിലപാട് എടുത്തത് എന്ന് ഇനി പ്രതിപക്ഷം ഉന്നയിക്കാം. അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന പദ്ധതി ആയതുകൊണ്ട് ഇതിന്റെ ഗുണങ്ങളൊക്കെ അവർക്ക് സഭയിൽ പറയാം, സഭയിൽ ചർച്ചകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ സർക്കാരിന് കഴിയണം എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലാണ് കേരള പദ്ധതി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, 2 മഹാപ്രളയങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ മധ്യ കേരളത്തിന്റെ പലയിടങ്ങളിലും വെള്ളം കയറി ഒരുപാട് ആളുകൾക്ക് നഷ്ടം പറ്റുന്ന സാഹചര്യം, ഇത്തരത്തിൽ വലിയ മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ പാടെ തകർന്ന ഒരു സാഹചര്യം ആയിരുന്നു 2018-ലും 2019-ലെയും പ്രളയം. അതുമാത്രമല്ല, വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ ഉരുൾപൊട്ടൽ, ഇടുക്കിയിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇത്തരത്തിൽ നിരവധിയായ ഉരുൾപൊട്ടൽ അടക്കം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടും കേരളത്തിന്റെ പ്രകൃതിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണ് കേരള. കേരളത്തിലെ നിരവധിയായ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞിട്ടും ഈ പദ്ധതി കേരളത്തിന് അനുയോജ്യമായ പദ്ധതിയല്ല, കേരളത്തെ രണ്ടായി കീറിമുറയ്ക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ടും അതിനൊന്നും ഉൾക്കൊള്ളാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ധാർഷ്ട്യവും ധിക്കാരവും കേരളം കണ്ടതാണ്. അതുമാത്രമല്ല, കേരള വിരുദ്ധ സമരത്തിന് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ, ക്രൂരമായ വേട്ടയാടലുകൾ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്നത് കേരളം കണ്ടതാണ്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് കേരളം കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു ജനകീയ സമരത്തെ അതിക്രൂരമായി വേട്ടയാടിയ ഇടതുപക്ഷ സർക്കാരിന്റെ നെറികെട്ട നീക്കം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കേരള പദ്ധതി ആകെ ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ കേരള പദ്ധതി ഞങ്ങൾ ഒഴിവാക്കും, അതിന് ബദലായുള്ള ഒരു പദ്ധതി ഏതെങ്കിലും ഉണ്ടോ എന്ന പരിശോധന ഞങ്ങൾ നടത്തും. കേരളത്തിൽ വികസനം വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാളുകളിൽ കേരളത്തിലെ ആളുകൾക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും സഞ്ചരിക്കാൻ ഏറ്റവും വേഗത്തിൽ എത്താവുന്ന ഗതാഗത സംവിധാനം വേണം എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പ്രകൃതിക്ക് ഇണങ്ങുന്ന, കേരളത്തിന് അനുയോജ്യമായ, വലിയ സാമ്പത്തിക നഷ്ടമില്ലാത്ത, അഴിമതിക്ക് കളമൊരുങ്ങാത്ത ഏതു പദ്ധതി കൊണ്ടുവന്നാലും ആ പദ്ധതിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് മാത്രമല്ല, ആ പദ്ധതി ആവിഷ്കരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും തയ്യാറാകണം എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, കേരളവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ കൂടി പിൻവലിച്ചാൽ ഈ സർക്കാരിന് ലഭിക്കാവുന്ന കയ്യടി ഏറെയാണ്. അതിനുകൂടി ഈ സർക്കാർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ അതിവേഗം ബഹുദൂരം എന്ന പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞത് അതിവേഗം ബഹുദൂരം, അതേ രീതി തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അധികാരത്തിലേറി വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ എടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പൊ കേസും പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം കോൺഗ്രസുകാരാണ്, അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം വിജയമാണ് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തായാലും കേസുകൾ പിൻവലിക്കുക തന്നെയായിരിക്കും ചെയ്യുക.